അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം മുതൽക്കേ അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 മിൻഹ അർബഅത ഹുറും, അവയിൽ 4 പവിത്രമാക്കപ്പെട്ട അഥവാ യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു. ദാലികദ്ദീനുൽ ഖയ്യിം, അതാണ് വക്രതയില്ലാത്ത മതം. എന്നിട്ട് പറഞ്ഞു ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അതിനാൽ ആ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, ഏതൊക്കെയാണ് ആ 4 മാസങ്ങൾ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് വിശദീകരിച്ചു തന്നു. അസ്സമാനു ഖദ് ഇസ്തദാറ കഹൈഅതി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, നിശ്ചയമായും കാലം അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തെ പോലെ തിരിഞ്ഞു വന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു അസ്സനതു 12 ശഹറ, ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാക്കപ്പെട്ട യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. സലാസത്തുൻ മുതവാലിയാത്തുൻ, 3 മാസം തുടർച്ചയായിട്ട് വരുന്ന ദുൽഖഅദ വ ദുൽഹിജ്ജ വൽ മുഹറം, ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറമുമാണ്. 4-മത്തേത് വറജബ് മുളറുല്ലദി ബൈന ജുമാദ വ ശഅബാൻ, ശഅബാനിൻ്റെയും ജുമാദയുടെയും ഇടയിലുള്ള മുളറിൻ്റെ റജബുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഈ മാസങ്ങളിൽ തെറ്റുകൾ വളരെ ഗൗരവമേറിയതും സൽക്കർമ്മങ്ങൾ ലഭിക്കുന്ന പ്രതിഫലം കൂടുതൽ ശ്രേഷ്ഠമായതുമാണ് എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിർ എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും ഫീ കുല്ലിഹിന്ന, അതിനാൽ ആ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുതേ എന്ന അള്ളാഹുവിൻ്റെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഫീ കുല്ലിഹിന്ന, എല്ലാ മാസങ്ങളിലും അപ്രകാരം തന്നെയാണ്. ثم اختص من ذلك 4 أشهر فجعلهن حراما وعظم حرماتهن, എന്നാൽ ആ 4 മാസങ്ങളെ പ്രത്യേകമായി എടുത്തു പറയുക വഴി അവയെ പവിത്രമാക്കുകയും അവയുടെ പവിത്രതയെ അങ്ങേയറ്റം മഹത്വപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വജഅല ദംബ ഫീഹിന്ന അഅദം, അതുകൊണ്ട് തന്നെ അവയിൽ അനുഷ്ഠിക്കുന്ന അവയിൽ ചെയ്യുന്ന പാപം കൂടുതൽ ഗൗരവമേറിയതും അതേപോലെ തന്നെ വൽ അമല സ്വാലിഹ വൽ അജ്റ അഅദം, അവയിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങളും അതിന് ലഭിക്കുന്ന പ്രതിഫലവും കൂടുതൽ ശ്രേഷ്ഠവുമാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തിൻ്റെ വിശദീകരണം എന്നോളം മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ് ഫഅദ്ദിമു മാ അദ്ദമല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വപ്പെടുത്തിയതിനെ നിങ്ങളും മഹത്വപ്പെടുത്തുക എന്ന്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹു മഹത്വപ്പെടുത്തിയ മാസങ്ങളിൽ 1-മത്തെ മാസമാണ് മുഹറം. ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് അള്ളാഹുവിൻ്റെ പേരിലേക്ക് ചേർത്തി പറയുകയും ചെയ്ത മാസമാണ് മുഹറം എന്നുള്ളത്. അതുകൊണ്ട് മുഹറം മാസത്തിൽ സുന്നത്തു നോമ്പുകളെ നാം അധികരിപ്പിക്കുക. സമയബന്ധിതമല്ലാതെ നിരുപാധികം നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നോമ്പുകൾ ഏറ്റവും അനുയോജ്യവും ഏറ്റവും ശ്രേഷ്ഠകരവുമായ മാസമാണ് മുഹറം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അഫ്ളലു സിയാമി ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാകുന്നു എന്ന്.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിരുപാധികം മുഹറം മാസത്തിൽ നമുക്ക് നോമ്പനുഷ്ഠിക്കാം എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വപ്പെടുത്തിയതിനെ നമ്മളും മഹത്വപ്പെടുത്തുക. നന്മകൾ ഇത്തരം പ്രത്യേകമായ സാഹചര്യത്തിൽ നന്മകളെ കൂടുതൽ നമ്മൾ നിർവഹിക്കുകയും തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.